സാധാരണ പാർലമെന്റിൽ ഏതെങ്കിലും ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചില കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു. പഹൽഗാം ഏറ്റുമുട്ടലും അതിന് നേതൃത്വം കൊടുത്ത ഭീകരരെ സൈന്യം വധിച്ചതും ഒക്കെ ആയിരുന്നു വിഷയം. അപ്പോൾ ഭരണപക്ഷത്തുനിന്ന് കൈയടിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രതിപക്ഷത്തുനിന്ന് ഒരാൾ കൈയടിച്ചു. ഡോക്ടർ ശശി തരൂർ, തിരുവനന്തപുരത്തിൻ്റെ പ്രിയപ്പെട്ട MP. ബാക്കി പ്രതിപക്ഷത്തുണ്ടായിരുന്ന മറ്റ് മുഴുവൻ അംഗങ്ങളും തല താഴ്ത്തി നാണിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്താണ് സാർ, തരൂർ BJP-യിൽ ചേർന്നോ? എനിക്ക് ഓർമ്മ വരുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതിയിലെ സഭാപ്രവേശം എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഈ കൗരവരെല്ലാവരും കൂടി പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ ചെല്ലുന്നു, കൊട്ടാരം. അവിടെ ഈ സ്ഥലജലഭ്രമം ഉണ്ടായിട്ട് ദുര്യോധനാദികളൊക്കെ വസ്ത്രങ്ങളെല്ലാം ചരച്ച് കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. വെള്ളമാണോ? ഈ പൊണ്ണത്തടിയന്മാരെല്ലാം കൂടി അവിടെ മറിഞ്ഞടിച്ച് വീഴുന്നതും, പിന്നെ വെള്ളമുള്ള സ്ഥലത്ത് ചെന്നപ്പം വെള്ളമില്ല എന്ന് വിചാരിച്ച് അവരതിനകത്ത് വീഴുകയും ചെയ്യുന്നു. അപ്പം മുകളിൽ ഈ സൗധത്തിൻ്റെ മുകളിൽ ഒരു ഭാഗത്ത് നിന്ന് ഭീമസേനനൊക്കെ കൈകൊട്ടി ചിരിച്ചു. പാഞ്ചാലി ചിരിയടക്കാൻ വയ്യാതെ കൈ ഇങ്ങനെ മറച്ചു വെച്ച് ചിരിച്ചു എന്ന് നമ്പ്യാർ വർണ്ണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്കിപ്പോൾ ഇവിടെ ഈ രാഹുൽ ഗാന്ധിയും ഈ കോൺഗ്രസ്സുകാരന്മാരെന്ന് പറയുന്ന ഇവര് അവിടെ പാർലമെന്റിൽ ഇങ്ങനെ വീണു എന്ന് പറഞ്ഞാൽ മതി. ഇത് കണ്ടിട്ട് ഈ രാഹുൽ കയ്യടിയും ചിരിയുമാണ് എനിക്കിപ്പോൾ അതിനകത്ത് ഇത് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്, പ്രതിപക്ഷ ഭാഗത്ത് നിന്നാണ് കയ്യടി. അവിടെ ഇരുന്നവരെല്ലാം അന്തപ്പെട്ടുപോയി എന്നുള്ളതാണ്. അല്ല, എനിക്ക് അതിനകത്ത് സാർ ഒരു കാര്യം കൂടി പറയാനുണ്ട്. തരൂര് മാത്രമല്ല, മനീഷ് തിവാരിയെ പോലെ ഉള്ളവരും ഈ അമിത്ഷായുടെ പ്രസംഗത്തെ ശ്ലാഘിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നു. മനീഷ് തിവാരി എക്സിൽ പല കാര്യങ്ങൾ കുറിച്ചു. ദേശഭക്തി, ദേശസ്നേഹം കാണിച്ചു. ഒരു പഴയൊരു ഹിന്ദി ചലച്ചിത്രത്തിലെ പാട്ടെല്ലാം പങ്കുവെച്ചുകൊണ്ടാണ്, ദിലീപ് കുമാറിന്റെ ഒരു സിനിമയിലെ പാട്ടൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ്. അപ്പൊ ഈ മനീഷ് തിവാരിയും വിദേശത്തേക്ക് പോയ സംഘത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് MP ആണ്. ഇവിടെ സംസാരിക്കാനായിട്ട് മനീഷ് തിവാരിക്ക് കോൺഗ്രസ് അനുവാദം കൊടുത്തില്ലെന്നോ അദ്ദേഹം അത് സ്വീകരിച്ചില്ലെന്നോ ആണ് പറയുന്നത്. പിന്നെ ഈ അതുപോലെ തന്നെ ആ സോണിയാഗാന്ധിയുടെ ആ നേതൃത്വത്തിന് ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു 23 അംഗ സംഘം ഉണ്ടായിരുന്നല്ലോ. അതിലുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് മനീഷ് തിവാരി. ഞാൻ ചോദിച്ചോട്ടെ, ഇവർക്ക് ഇനി എന്ത് ചെയ്യണം ഈ കോൺഗ്രസ്സുകാരന്മാർ? അവര് അടപടലം നാറി. അമിത്ഷായുടെ പ്രസംഗത്തിനാണ് കൈയടിച്ചത്. അപ്പോൾ ഇത് തരൂരായാലും മറുപടി കൊടുക്കും. പറഞ്ഞ കാര്യങ്ങൾ അതില് ശരിയായ കാര്യങ്ങൾ തീർച്ചയായിട്ടും തരൂർ അനുകൂലിക്കും. തരൂരിന് അത് അനുകൂലിക്കാനുള്ള ധൈര്യമുണ്ട്. തരൂര് നേരത്തെ മോദിയുടെ പല കാര്യങ്ങളെയും അനുകൂലിച്ച് പറഞ്ഞു. തരൂര് പറഞ്ഞല്ലോ, അദ്ദേഹം അത് പറഞ്ഞത് ശരിയാണ്. രാജ്യത്തിന് വേണ്ടി എടുത്ത നിലപാടുകൾ എല്ലാം തന്നെ ശരിയാണ്. ഇത് തന്നെയൊക്കെയാണല്ലോ അദ്ദേഹം വിദേശത്ത് പോയും പറഞ്ഞത്. അതെ, കോൺഗ്രസിന് ഇദ്ദേഹത്തെ ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഇവർക്ക് പുറത്താക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം രാജ്യസ്നേഹത്തിന് വേണ്ടി സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇരയുടെ പരിവേഷം കിട്ടും തരൂരിന്. കോൺഗ്രസിന് ഒന്നുകൂടെ ക്ഷീണമാകും. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ മുഖത്തടിച്ചുകൊണ്ട് അടുത്ത നിമിഷം തരൂരിനെ ഒരു പ്രധാന പദവിയിലേക്ക് സർക്കാർ കൊണ്ടുവരികയും ചെയ്യും. അതെന്തായാലും കൊടുക്കും, അത് ഉറപ്പായ കാര്യമാണ്, നമുക്കറിയാം. ഇപ്പൊ തരൂരിനെ സംബന്ധിച്ചിടത്തോളം MP സ്ഥാനമൊന്നും അദ്ദേഹത്തിന് വേണ്ട. സാർ, അവിടെ പാർലമെന്റിൽ ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഇങ്ങനെ ഫോൾസ് ക്ലെയിം, അതായത് ഈ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഒരു മടിയുമില്ലാതെ രണ്ടുപേരും, അവർ ഒന്നുമല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യമെങ്കിലും കൊച്ചുമക്കളല്ലേ, അതെങ്കിലും ഓർക്കണ്ടേ? എന്തൊക്കെയാണ് അവർ വിളിച്ചു പറയുന്നത്? ഭരണപക്ഷമാണെങ്കിലോ അവരെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് ഈ മണ്ടത്തരം പറയുന്നതിലേക്ക്, അല്ലെങ്കിൽ ഈ ദേശവിരുദ്ധത പറയുന്നതിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയാണ്. വളരെ രസകരമായിരുന്നു പല കാഴ്ചകളും അവിടുത്തെ. ഈ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ഇന്ദിരയുടെ പകുതി ധൈര്യമെങ്കിലും ഉണ്ടോ മോദിക്ക് ട്രംപിനെ നുണയൻ എന്ന് വിളിക്കാൻ? വളരെ കൃത്യമായിട്ട് മോദി അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. ട്രംപല്ല,
ഒരു ലോക നേതാവും യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് വന്നിട്ടില്ല. നമ്മൾ അവരാർക്കും ചെവി കൊടുത്തിട്ടുമില്ല. നിരന്തരം, അതായത് വടി അങ്ങോട്ട് കൊടുത്തിട്ട് എന്നെ തല്ലിക്കോ എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരു 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 ചിത്രമാണ് ഈ രാഹുൽ ഗാന്ധി അവിടെ നടത്തിയ ഇടപെടലിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. പ്രശാന്ത്, നമ്മൾ കഴിഞ്ഞ ചില വീഡിയോകളിലും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പാർലമെൻറ്റിൽ പോകുമ്പോൾ ഈ എം പിമാരൊക്കെ എങ്ങനെ അവിടെ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് ക്ലാസ്സുകളൊക്കെ കൊടുക്കും. അത് അറ്റൻഡ് ചെയ്തിട്ടില്ല ഈ രാഹുൽ ഗാന്ധി ഒന്നും. അതെല്ലാവരും അത് അറ്റൻഡ് ചെയ്യണം. എങ്ങനെയാണ് ഒരു ബില്ല് അവതരിപ്പിക്കുന്നത്, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. ഇവർക്കിതിനെ വളരെ ലാഘവത്തോടാണ് ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുലും കാണുന്നത്. അതിൻ്റെ ഒരു പക്വതയില്ല. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല്, വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചപ്പോൾ പ്രിയങ്ക ഇല്ലായിരുന്നല്ലോ സഭയിൽ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അവർക്ക് ആ ബില്ലിൻ്റെ ഗൗരവം അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഇത് നമ്മൾ പാർലമെന്റിൽ ഓരോരോ പ്രസംഗവും കാര്യങ്ങളും. രാഹുൽ നിരന്തരം പറയുന്നത് എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, പാർലമെന്റിൽ എൻ്റെ വാ മൂടിക്കെട്ടിയിരിക്കുകയാണ്. ഈ പാർലമെന്റിൽ സംസാരിക്കണമെങ്കിൽ മുൻകൂട്ടി നമ്മൾ നോട്ടീസ് കൊടുക്കണം. സ്പീക്കറുടെ ഓഫീസിലേക്ക് എനിക്ക് ഇന്ന വിഷയം ഇങ്ങനെ സംസാരിക്കാൻ അനുവാദം നൽകണം എന്ന് പറഞ്ഞ് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അറിയിപ്പ് കൊടുക്കണം. അപ്പോൾ പ്രതിപക്ഷത്തിനാണെങ്കിൽ ഒരു എം പിക്ക് ഇത്ര മിനിറ്റ്, ഭരണപക്ഷത്തെന്നാണെങ്കിൽ ഒരു എം പിക്ക് ഇത്ര മിനിറ്റ് എന്ന് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് പോകുന്നത് പോലെ പാർലമെന്റിൽ വന്നിട്ട് പോകാൻ സാധിക്കുമോ? അവിടെ വന്നിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റാൽ അത് നടക്കുന്ന കാര്യമാണ്. എ കെ ജി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഈ ചെക്കൻ്റെ അപ്പൂപ്പൻ പാർലമെന്റിൽ അങ്ങ് കാതോർത്തിരുന്നാണല്ലോ ജവഹർലാൽ നെഹ്റു. എ കെ ജി പ്രസംഗിക്കാൻ എഴുന്നേറ്റ് പോകത്തില്ല, അവിടെ ഇരിക്കും ജവഹർലാൽ നെഹ്റു. കാരണം പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കണ്ടേ? അവർ പറയുന്നത് എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഭരണപക്ഷത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രേമചന്ദ്രൻ ഇതുപോലെ തന്നെയാണ്. നരേന്ദ്രമോദി ഇരിക്കും അവിടെ. സാർ, അത് എൻ കെ പ്രേമചന്ദ്രന്റെ കാര്യത്തിൽ മാത്രമല്ല, അറിയാവുന്ന വേറെ പാർലമെന്റ് സുരേഷ് കുറുപ്പിന്റെ കാര്യം, പിന്നെ നീലലോഹിദാസൻ നാടാര് നന്നായിട്ട് പ്രസംഗിക്കും. കാരണം എന്താണെന്നറിയാം, അദ്ദേഹത്തിന് ഹിന്ദി നല്ല വശമാണ്. അപ്പൊ അവിടെ ഉള്ളവർക്ക് കേരളത്തിൽ നിന്ന് വരുന്ന ഒരാൾ ഹിന്ദി നന്നായിട്ട് സംസാരിക്കും. അതും ഏറ്റവും സഭ്യമായ ഒരു ഹിന്ദി. കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് ഒരു ഗുണമുണ്ട് സാർ. നമ്മൾ ഇവിടെ ഈ ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാരസഭയും കേരള ഹിന്ദി പ്രചാരസഭയും ഒക്കെ ആണല്ലോ. അത് ഈ കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ഭാഷയിൽ ഒരുപാട് സംസ്കൃത വാക്കുകളുണ്ട്. ഈ സംസ്കൃത വാക്കുകൾ അതുപോലെ തന്നെ ഹിന്ദിയിലുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹിന്ദി സംസാരിക്കാൻ സത്യത്തിൽ എളുപ്പമാണ്. നമ്മൾ കുറച്ച് പഠിച്ചാൽ മതി, ഹിന്ദി നമുക്ക് പെട്ടെന്ന് വഴങ്ങും. അതുകൊണ്ടാണ് ഈ നീലലോഹിദാസൻ നാടാർക്കൊക്കെ നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ട്, മിടുക്കനാണ്, അറിവുള്ള ആളാണ്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിക്കും സഹോദരിക്കും പാർലമെന്റിൽ എന്ത് പറയണം, പാർലമെന്റിൽ എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിഞ്ഞുകൂടാ. അതാണ് അവരെ കോമാളികളാക്കുന്നത്. അവർക്ക് സഭാ നടപടികൾ അറിയില്ല. ഇത് പഴയ ഇതൊക്കെ എങ്കിലും കേട്ടു. സാറേ, ആ രാജവാഴ്ചയൊക്കെ പോയി. മാടമ്പിത്തരത്തിനൊന്നും ഇനി സ്ഥാനമില്ല. ഇത് ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കണം. അത് അവർ രണ്ടുപേരും തയ്യാറാകുന്നില്ല എന്നുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അവരുടെ അടുക്കളയിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ കിടക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.